ഹിരോഷിമ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 6. നാഗസാക്കി ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് ഏതാണ്? ഉത്തരം 1939 മുതൽ 1945 വരെ. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം? ഉത്തരം ഹിരോഷിമ. ഹിരോഷിമ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച വർഷം ഏതാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച ദിവസം? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാനം? ഉത്തരം നാഗസാക്കി. ഹിരോഷിമയിൽ പ്രയോഗിച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ അണുബോംബിട്ട വിമാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം എനോലഗെ. എനോലഗെ വിമാനം പറത്തിയത് ആരാണ്? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്സ്. എനോലഗെ വിമാനത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം വില്യം എസ് പാർസൺ. ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം 235. നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ അണുബോംബിട്ട വിമാനത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബോക്സ്കാർ. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം പറത്തിയിരുന്നത് ആരാണ്? ഉത്തരം ചാൾസ് സീനി. ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു? ഉത്തരം പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ അണുബോംബിട്ട അമേരിക്കക്കാരുടെ B-29 എന്ന യുദ്ധവിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം അയോയ് പാലം. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് ജപ്പാനിൽ ആറ്റം ബോംബിട്ടത്? ഉത്തരം പേൾ ഹാർബർ തുറമുഖം. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എഡ്വേർഡ് ടെല്ലർ. ആറ്റം ബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. ജപ്പാനിൽ അണുബോംബ് ആക്രമണത്തിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം സ്ഫോടനം അനുഭവിച്ചവർ. യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഓട്ടോ ഹാനും ഫ്രീഡ്സ് സ്ട്രാറ്റ്മാനും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ ഭരണാധികാരി ആരായിരുന്നു?
ഉത്തരം ഹിരോഹിറ്റോ. അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു? ഉത്തരം മാൻഹാട്ടൻ പദ്ധതി. ജപ്പാനിൽ അണുബോംബ് ഇട്ടതിനു ശേഷം പ്രസിഡന്റിനോട് എന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. മാൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 26. ഹിരോഷിമയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ഓലിയാണ്ടർ പുഷ്പം.